ആഫ്രിക്കൻ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിൽ ഇന്ന് നമ്മൾ ഒരു വളരെ നിസ്സാരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റിന്റെ ഒരു പ്രോഫിറ്റബിലിറ്റിയെ കുറിച്ചും അതിന്റെ ഒരു ബിസിനസ് സാധ്യതയെ കുറിച്ചുമാണ് പറയുന്നത്. ഐ ആം ഡോക്ടർ സോണി മണിരഥൻ, ഇന്ത്യസ് ഫസ്റ്റ് ഡ്രീം റണ്ണർ മെന്റർ. വേറൊന്നുമല്ല, പാത്രം കഴുകുന്ന, അടുക്കളയിൽ നമ്മൾ പാത്രം കഴുകുന്ന ഈ സ്ക്രബ് സാധാരണ സ്ക്രബ്, ഈ സാധനത്തിന്റെ ആഫ്രിക്കയിലെ വില എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ആ സാധനം ഇന്ത്യയിൽ നിങ്ങൾ മാനുഫാക്ചറിങ്, അതായത് ഗുജറാത്തിലോ വടക്കേ ഇന്ത്യയിലോ എവിടെയെങ്കിലും ഒക്കെ ഈ പറയുന്ന തേർഡ് പാർട്ടി മാനുഫാക്ചറിങ് ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ബൾക്കായിട്ട് വാങ്ങിക്കുകയാണ്, മാനുഫാക്ചറിങ് ചെയ്യിപ്പിച്ച് വാങ്ങിക്കുകയാണ്, നിങ്ങൾക്ക് 5 രൂപയോ അതിൽ താഴെയോ ഒക്കെ മാത്രം പ്രൈസ് വരുന്ന ഈ സാധനത്തിന്. ഇതിന്റെ സെനഗലിലെ, ഞാൻ ഒരു രാജ്യത്തിന്റെ മാത്രം കാര്യമാണ് പറയുന്നത്, വേറെ ഒരുപാട് രാജ്യങ്ങൾ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതിൽ സെനഗലിൽ മാത്രം ഇതിന്റെ വിലയാണ് ഞാൻ ഈ സ്ക്രീനിൽ ഇപ്പൊ കാണിക്കുന്നത്. അതായത് 875 സിഫ, CFA ഫ്രാങ്ക്, അവരുടെ നാണയമാണ് CFA ഫ്രാങ്ക് എന്ന് പറയും, സിഫ എന്ന് വിളിക്കുകയാണ്. അത് 875 സിഫയാണ് രണ്ടെണ്ണത്തിന്റെ ഒരു കോംബോ പാക്കിന് വില. അതായത് 875 സിഫ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഗൂഗിൾ കൺവേർഷൻ എടുത്താൽ മതി. കൺവെർട്ടർ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 1000 രൂപ അവരുടെ 140 രൂപ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു 122 രൂപ വിലയുണ്ട് ഈ സ്ക്രബ് രണ്ടെണ്ണത്തിന്. ഈ സാധനം ഇന്ത്യയിൽ മാനുഫാക്ചർഡ് കയ്യിൽ നിങ്ങൾ ബൾക്കായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഈ സാധനം 5 രൂപയോ അതിൽ താഴെയോ വിലയുള്ള ഒരു സാധനമാണ്. ഏതാണ്ട് അവിടെ എത്തുമ്പോഴേക്കും ഇതിന് 70 രൂപ അല്ലെങ്കിൽ 60 രൂപ വില വരുന്ന സാധനം. സോ ഈ സാധനം നിങ്ങൾക്ക് മാസം 1 ലക്ഷം സ്ക്രബ് ആഫ്രിക്കയിൽ വിൽക്കാൻ പറ്റുവാണെങ്കിൽ, ഇത് മാത്രം വിൽക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ കോടീശ്വരനാണ്. നിങ്ങൾക്ക് 10,000 വെള്ളം വിൽക്കാൻ പറ്റുവാണെങ്കിൽ എന്നാലും നിങ്ങൾ ലക്ഷപ്രഭുവാണ്. സോ ഒരു പാത്രം കഴുകുന്ന ഒരു സാധനം കൊണ്ട് മാത്രം ഇത്രയും പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. ഇത് കയറ്റി അയക്കപ്പെടുന്ന ഇന്ത്യയിൽ നിന്നും അതുപോലുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഒക്കെയാണ് അവിടെ ഈ സാധനം എടുക്കുന്നത്. അവിടെ ഇതിന് പ്രൊഡക്ഷൻ യൂണിറ്റുകളില്ല ഇതുപോലെയുള്ള സാധനം. ഇനി നിങ്ങൾക്ക് ഇതുപോലെയുള്ള വളരെ നിസ്സാരമായ ടെക്നോളജി ഉപയോഗിക്കപ്പെടുന്ന സാധനങ്ങൾ അവിടെ പോയി പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങുകയാണെങ്കിൽ അത് വലിയ ലാഭമാണ്. കാരണം ടാക്സ് ഹോളിഡേയ്സ് പല രാജ്യങ്ങളിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ അവിടേക്ക് ഇറക്കുമതി ചെയ്യുന്ന റോ മെറ്റീരിയൽസ്, നിങ്ങളുടെ മാനുഫാക്ചറിങ് വേണ്ടി നിങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന മെറ്റീരിയൽസിന് ടാക്സ് ആനുകൂല്യങ്ങൾ കിട്ടും. സോ ആഫ്രിക്ക അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്ക് നിങ്ങൾ ബിസിനസ്സിനെ വളർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റി. പിന്നെ ഇതൊക്കെ പറഞ്ഞു തരുന്നത് എനിക്ക് തന്നെ ചെയ്യാൻ വയ്യെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് ഒരുപാട് കാര്യങ്ങളും പലതും ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ ചെയ്യും. കാശ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ പോയി ചെയ്യണം. അല്ലാതെ ഇത് നിനക്കൊക്കെ ചെയ്യാൻ പറ്റത്തില്ലേ, ആഫ്രിക്കയിൽ പോയാൽ തല കാണത്തില്ല, മറ്റേ മറിച്ച പറയുന്നവരോടല്ല. ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക. If you want to change your life, you have to change your thoughts.